ഈ പാറ്റ പ്രവർത്തകർ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും ഒക്കെ നമ്മളോടിപ്പോൾ വലിയ രീതിയിൽ ഭയപ്പെട്ട് നിൽക്കുന്നു. നമ്മൾ തിങ്കളാഴ്ച ഈ ഡൽഹിയെ വിറപ്പിച്ചുകൊണ്ടൊരു സമരമൊക്കെ നടത്തി അതിലൊക്കെ പോലീസ് ഇപ്പോൾ പേടിച്ച് നിൽക്കുന്നുവെന്നാണ് പാറ്റ പ്രവർത്തകർക്ക് ഇപ്പോൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. കാരണം ഡൽഹി പോലീസ് ഇപ്പോൾ കൃത്യമായി ഫോറൻസിക് എക്സ്പേർട്ടിനെ ഇറക്കിക്കൊണ്ട് ഓരോ വാഹനത്തിലുള്ള ഫിംഗർ പ്രിന്റുകൾ അടക്കം ഇപ്പോൾ ശേഖരിക്കുകയാണ്. അതായത് ശക്തമായ തെളിവുകൾ പാറ്റ പ്രവർത്തകർക്ക് നേരെ തിങ്കളാഴ്ച ഡൽഹിയിൽ നടന്ന ആ കലാപത്തിന് പങ്കെടുത്തവരുടെ എല്ലാ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇപ്പോൾ പോലീസിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ടീം ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പോലീസ് ഒരു വജ്രായുധമായിട്ടങ്ങ് ഇറങ്ങും. എല്ലാ പാറ്റ പ്രവർത്തകരെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് കയറ്റും. അങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിലവിലിപ്പോൾ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗം പോലെ ഇപ്പോൾ ഇറങ്ങുകയാണ് പാറ്റാക്കൂട്ടത്തിന്റെ നടുക്ക്. കാരണം നമുക്കറിയാം കോവിഡ് സമയത്തൊക്കെ ഈ വലിയ രീതിയിൽ ഡൽഹിയിൽ പ്രശ്നമുണ്ടാക്കിയ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു കക്ഷിയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പാറ്റ പ്രവർത്തകരുടെ ഈ ജൻസി പിള്ളേരുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ അജിത് ഡോവലിന് ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ വളയം കറക്കിയാൽ മതി എന്നതാണ് ഏറ്റവും പ്രധാനം. എന്നാലും അജിത് ഡോവൽ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇനി അടുത്ത അജിത് ഡോവലിന്റെ ഒരു കളിയാണ് ഇനി ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. അതായത് ദേശീയ സുരക്ഷാ നിയമം, നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതനുസരിച്ച് ഡൽഹി പോലീസിന് ഇനിയിപ്പോൾ ആളുകളെ കരുതൽ തടങ്കലിൽ ആക്കാനുള്ള അധികാരം ഇപ്പോൾ നീട്ടിക്കിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മല്ലികാർജ്ജുന ഖാർഗെയോ ആരാണെങ്കിലും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ എന്ത് തോന്നിവാസം കാണിച്ചാലും കോളറിൽ തൂക്കിപ്പിടിച്ച് നേരെ തിഹാർ ജയിലിലേക്ക് സെല്ല് തുറന്നെടുത്ത് എറിയാനുള്ള അതിലേക്കെടുത്ത് ഇടാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇപ്പോൾ ഡൽഹി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതാണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട്. ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ 3 മാസത്തേക്കാണ് അതിപ്പോൾ നീട്ടിയിരിക്കുന്നത്. അതായത് പാറ്റകൾക്ക് ഭക്ഷണവും കേരളത്തിൽ നിന്ന് ഓർഡർ ചെയ്തവർ പണം വാങ്ങി പാറ്റ സമരത്തെ പൊലിപ്പിച്ച സിനിമാ താരങ്ങൾ, അതായത് ഈ രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ള ഈ ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ള ഈ പാറ്റ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയവരുണ്ട്. പഹൽഗാം ഭീകരാക്രമണം നടന്ന് 26 വിനോദസഞ്ചാരികളുടെ നേർക്ക് പാകിസ്ഥാൻ തീവ്രവാദികൾ വെടിവെച്ചപ്പോൾ പോലും ഈ പറഞ്ഞ രഞ്ജിനി ഹരിദാസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൊവിനോ തോമസോ ഈ പറഞ്ഞ കുഞ്ചാക്കോ ഗോപനോ അടക്കമുള്ള ഒരൊറ്റ എണ്ണം തലപൊക്കി അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഭാരതീയരൊപ്പമാണ്, നമ്മൾ ശക്തമായി ഈ തീവ്രവാദത്തെ ഭാരതത്തിൽ നിന്നും തുടച്ചു നീക്കുമെന്നൊന്നും പറയാൻ ഒരൊറ്റ വാക്കിൽ ഇവന്മാർ വന്നിട്ടില്ല. എവിടെ നിന്നൊക്കെയോ കുറച്ച് നക്കാപ്പിച്ച ഒരു 500-ന്റെയും 1000-ന്റെ നോട്ട് കെട്ടുകൾ കിട്ടിക്കാണും. അതുകൊണ്ടായിരിക്കും ഈ രഞ്ജിനി ഹരിദാസ് നിന്ന നിൽപ്പിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ ഡൽഹിയിലേക്ക് ചെന്ന് ഇവർക്ക് പിന്തുണയുമായി എത്തിയത്. ഇപ്പോൾ അറിയാം, മലയാള സിനിമ ഇപ്പോൾ പൊട്ടിത്താക്കുന്ന പാളിശായി കിടക്കുന്ന സിനിമയാണ്. ഒരു 4 മാസം തന്നെ ഒരു 15 സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ 1-2 സിനിമയായിരിക്കും പ്രൊഡ്യൂസർമാർക്ക് മുടക്കിയ മുതൽക്കാശ് പോലും കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറും ഇപ്പോൾ ഒരു നടന്മാരെ വിളിക്കാതെ ഇരിക്കണം. അപ്പോൾ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും 10 പൈസ വേണമല്ലോ. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സമരത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടായിരിക്കണം ഇവർക്ക് വല്ല കഞ്ഞി കുടിച്ച് പോകാനും വേണ്ടി കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കണം രഞ്ജിനി ഹരിദാസ് ഒക്കെ നേരെ ഇപ്പോൾ നിന്ന നിൽപ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഡൽഹിയിലേക്ക് ചെന്നെത്തിയത്. അപ്പോൾ നാണം ഉണ്ടാവില്ല മലയാള സിനിമാ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് നാണവും ഇല്ല, ഉളുപ്പുമില്ല. പിന്നെ കുറെ പള്ളിയിലച്ചന്മാർ, അതും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇവരുടെയൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്ന കുറെ പണം വാങ്ങിച്ചുകൊണ്ട് നിന്ന് കളിക്കാനായിട്ട് കുറെ എണ്ണം ഉണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറ്റാരോപണങ്ങൾ ഒന്നും കൂടാതെ തന്നെ 12 മാസം വരെ തടങ്കലിലാക്കാൻ കഴിയുന്ന ഒരു നിയമമാണ് ദേശീയ സുരക്ഷാ നിയമം എന്ന് പറയുന്നത്. അതായത് ഒരാൾക്കും ഇന്ന പേരിൽ കുറ്റം ചാർജ് ചെയ്യേണ്ട, അയാൾ രാജ്യത്ത് ഭീഷണിയാണ് അല്ലെങ്കിൽ രാജ്യത്ത് അയാൾ വലിയ രീതിയിലുള്ള ഒരു കലാപം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അയാളെ കരുതൽ തടവിലേക്ക് കൊണ്ട് പാർപ്പിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇപ്പോൾ NSA ആക്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. NSA പ്രഖ്യാപിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി ഡൽഹി പോലീസ് കമ്മീഷണർക്കാണ്. ഇത് മാത്രമല്ല, ഈ കലാപത്തിന് ഫണ്ടിംഗ് നടത്തിയവരെ കുറിച്ച് NIA അന്വേഷണം വേണമെന്ന ഹർജി നാളെ ഹൈക്കോടതി വിശദമായി വാദങ്ങൾക്ക് കേട്ട ഉടനെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു പരാമർശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എന്താണ് ഈ ദേശീയ സുരക്ഷാ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ അറസ്റ്റിന് വാറണ്ട് വേണം. നാഷണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ ദേശീയ സുരക്ഷാ നിയമത്തിന് വാറണ്ടിന്റെ ആവശ്യമില്ല. ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ പോലീസ് കമ്മീഷണർ തുടങ്ങിയവർക്ക് നേരിട്ട് അതിന് ഉത്തരവിടാം. FIR ഇട്ട് കോടതിയിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവുമില്ല.
12 മാസം വരെ കുറ്റപത്രമില്ലാതെ തടങ്കലിൽ വയ്ക്കാം എന്നുള്ളതാണ് NSA ആക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതാണ് ഇതിനെ പവർഫുൾ ആക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ആ പ്രതിക്ക് പേരുള്ള കുറ്റം വേണം, FIR ഇടണം, കോടതിയിൽ ഹാജരാക്കണം, മെഡിക്കൽ ഇടണം. അങ്ങനെ ഇത്ര മാസത്തിനുള്ളിൽ, അതായത് അവരെ 48 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിലേക്ക് ഹാജരാകണം, 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രമൊക്കെ സമർപ്പിക്കണം, അങ്ങനെയുള്ള കുറെ ചടങ്ങുകളുണ്ട്. പക്ഷേ ഈ NSA ആക്ടിന് അങ്ങനത്തെ ഒരു സാധനവും അങ്ങനത്തെ ഒരു പ്രൊസീജിയറും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തടവിലായ ആൾക്ക് അഡ്വൈസറി ബോർഡിന് മുന്നിൽ പരാതി നൽകാം, പക്ഷേ ബോർഡിന് മുന്നിൽ വക്കീലിനെ കൊണ്ടുവരാൻ നിയമം അനുവദിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇപ്പോൾ ഡൽഹിയിൽ നടന്നത് ഇതാണ്. സെക്ഷൻ 3/3 പ്രകാരം ഡൽഹി പോലീസ് കമ്മീഷണർക്കുള്ള അധികാരം ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ 3 മാസത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ഇത് ഓരോ 3 മാസം കൂടുമ്പോഴും നടക്കുന്ന റൂട്ടീൻ നടപടിയാണ്. ഇതൊരു പുതിയ നിയമമല്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഈ NSA ആക്ട് നീട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം, ആ രീതിയിലേക്ക് അത് അവരുടെ ഇഷ്ടമാണ്. ഈ നിയമം കൊണ്ടുവന്നത് 1980 ഇന്ദിരാഗാന്ധി സർക്കാരാണ്. ഇന്ന് വരെ എല്ലാ സർക്കാരുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അതുകൊണ്ട് ഇതൊരു പാർട്ടിയുടെ മാത്രം ആയുധമല്ല. ഇനിയിപ്പോൾ നാളെ ഇതിപ്പോ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനിപ്പോൾ വാർത്തയായി വന്നത്. ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ ഇതിപ്പോൾ BJP സർക്കാർ പാറ്റകളെ പേടിച്ചുകൊണ്ട് എടുത്തിട്ടൊരു പുതിയൊരു നിയമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരാം. കാരണം അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. കാരണം ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഈ NSA ആക്ട് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതാണ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയൊരു വജ്രായുധം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരളമാണ് ഈ കലാപത്തിന്റെ എല്ലാ രീതിയിലുമുള്ള പ്ലാനിംഗ്, ഫണ്ടിംഗ്, പ്രചാരണത്തിന്റെ ഉറവിടം. കൂടാതെ ഈ ചില മലയാള മാധ്യമങ്ങൾ ഈ പാറ്റ സമരത്തെ വലിയ രീതിയിൽ ഒന്ന് പൊലിപ്പിച്ച് കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പേ നടന്ന ഡൽഹി കലാപത്തിൽ നമുക്കറിയാം ഏഷ്യാനെറ്റ്, മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം 48 മണിക്കൂർ അവരുടെ സംപ്രേഷണം, അവരുടെ പ്രക്ഷേപണം നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവ് ഡൽഹിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. അതുപോലെ ഈ ഒരു പ്രശ്നം ഒന്ന് കെട്ടടങ്ങിയതിനു ശേഷമാണ് ഇനി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത്. കാരണം ഈ പാറ്റ സമരത്തിൽ അവിടെ രാവിലെ മുതൽ 24 വരെ 2 യൂണിറ്റ് ക്യാമറയുമൊക്കെ ആയിട്ട് തമ്പടിച്ചു നിന്നത് ചില മലയാള മാധ്യമങ്ങൾ മാത്രമാണ്. ദേശീയ മാധ്യമങ്ങളോ അന്താരാഷ്ട്ര മാധ്യമങ്ങളോ ഒന്നും തന്നെ അവർ വലിയ രീതിയിൽ പ്രാധാന്യം നൽകിയില്ല. ഈ പാർലമെന്റ് ഡൽഹി കലാപം എന്ന സമയത്താണ് അവർ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സ്വാഭാവികമായി അവർ അവിടെ എത്തിയത്. പക്ഷേ മലയാള മാധ്യമങ്ങൾ 24 മണിക്കൂറും ഈ പാറ്റ കൂട്ടത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും സമരത്തിന് ഈ പാറ്റ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി കേരളത്തിൽ നിന്ന് കുറെ ജൻസികൾ പോയിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നടക്കം ഉള്ള ജില്ലകളിൽ നിന്നടക്കം പോയിട്ടുണ്ട്. കൂടാതെ രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ തിരിച്ച് നാട്ടിലെത്തിയാൽ ഭാഗ്യമെന്നേ പറയാനുള്ളൂ, ഇല്ലെങ്കിൽ തിഹാർ ജയിലിൽ കടന്ന് ഉണ്ട തിന്നാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ടൊവിനോ തോമസും രഞ്ജിനി ഹരിദാസും ഒക്കെ പറഞ്ഞ വീഡിയോകൾ അവര് ഡൽഹിയിൽ പോയിട്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ രഞ്ജിനി ഹരിദാസിന്റെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സത്യത്തിൽ ഡൽഹിയിൽ നടന്ന കാര്യങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് പുനർപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കാരണം രഞ്ജിനി ഹരിദാസ് പറഞ്ഞത് ഡൽഹിയിൽ സമാധാനപരമായിട്ടാണ് പാറ്റ പ്രവർത്തകർ അവിടെ സമരം നടത്തുന്നത്, ഒരു തരത്തിലുമുള്ള വയലേഷൻ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് രഞ്ജിനി ഹരിദാസും ടൊവിനോ തോമസും അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ വീഡിയോ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് അങ്ങനെയല്ല. ഡൽഹി പോലീസ് പുറത്തുവിട്ട ചില വിഷ്വലുകൾ, ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട വിഷ്വലുകൾ കാണിക്കുന്നത് അങ്ങനെയല്ല. ഔദ്യോഗികമായി വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട വിഷ്വലിൽ വലിയ രീതിയിലൊരു വയലേഷൻ, അവിടെ വലിയ രീതിയിലൊരു കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. പൊതുമുതൽ ഡൽഹി പോലീസിന്റെ വാഹനങ്ങൾ, ഡൽഹി സർക്കാരിന്റെ വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾ അടക്കം അവർ തകർത്ത് തരിപ്പണമാക്കാൻ നോക്കുന്നു. ഒരു മുസ്ലിം മുല്ലാക്ക വാഹനത്തിന്റെ പെട്രോൾ ടാങ്കിൽ തീയിട്ട് അതിനെ വണ്ടി കത്തിക്കാൻ ശ്രമിക്കുന്നു. പോലീസ് വന്ന് തടഞ്ഞതുകൊണ്ട് മാത്രം ഭാഗ്യം. ഒരു വനിതാ കമാൻഡോയെ, RAF കമാൻഡോയെ ക്രൂരമായി മർദ്ദിക്കുന്നു. വനിതാ മാധ്യമ പ്രവർത്തകരുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറുന്നു, അവരുടെ കഴുത്ത് പിടിച്ച് വലിക്കുന്ന ഒരു അവസ്ഥ. ഒരു ഗർഭിണിയായ ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ വയറിൽ കല്ലെറിയുന്നു. ആ കോൺസ്റ്റബിൾ ഇപ്പോൾ ഗുരുതരമായ ഒരു പരിക്കലോടെ ആശുപത്രിയിൽ കിടക്കുന്നു. ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ഇനി കുഞ്ഞുണ്ടാകുമോ അല്ലെങ്കിൽ പ്രസവിക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഡോക്ടർ തന്നെ ഇപ്പോൾ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയെ എങ്ങനത്തെ രീതിയിൽ ബഹുമാനിക്കണമെന്ന് പോലും അറിയാതെ ഒരു വർഗീയമായ ഒരു ലഹള അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് പാറ്റ പ്രവർത്തകർ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ രഞ്ജിനി ഹരിദാസും ടൊവിനോ തോമസും ഉൾപ്പെടെയുള്ള ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മലയാള സിനിമ നടന്മാർ എവിടെ നോക്കിക്കൊണ്ടാണ് പറയുന്നതെന്ന് ഒരു സംശയം തന്നെ ഉണ്ടാകും.